കേരളത്തിന്റെ പൊതുവികസനത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു കാര്യം പോലും അവർ സംസാരിക്കുന്നില്ല. 3 MLA-മാര് നിയമസഭയിലും ഇനി ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ശക്തമായ ചോദ്യം ഉണ്ടാവും. പക്ഷേ UDF അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ചോദ്യങ്ങൾ മാത്രമാണ് കേരളത്തോടൊരു മനോഭാവം തന്നെയാണ്. സംഗീത ഒരാളെ ബാക്കിൽ ചോദിക്കുന്നു. ചോദിച്ചോളൂ. ഇപ്പൊ ഇനി UDF സർക്കാർ വരുന്നു, വികസനങ്ങൾ ഉണ്ടാകുന്നു. ആ സമയത്ത് ഇവർ നേരത്തെ ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറിനൊക്കെ എതിരെ സമരം നടത്തിയവരാണ്. അപ്പൊ ഞാൻ പറയുന്നത് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ പഠിക്കാതെ ഇതുപോലുള്ള സമര പ്രവർത്തനങ്ങൾ മുന്നോട്ടിറങ്ങോ, ഹർത്താലുകൾ ഉണ്ടാകോ, ഇതൊക്കെയാണ് പഠിക്കാതെ സമരം ചെയ്യുന്നതാണോ അങ്ങനെ വിശ്വാസം? അതാണ് അതിന്റെ ഇത് തന്നെ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് തന്നെ സമരത്തിന്റെ വസ്ത്രകാലമായിരിക്കും. ഇദ്ദേഹത്തിന്റെ ഒക്കെ നേതാവാണ് VD സതീശൻ. ഇദ്ദേഹത്തിന്റെ നേതാവാണ് ആര്? നേരത്തെ ഈ കമ്പ്യൂട്ടർ സമരത്തിൽ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് സർവകലാശാലയിൽ നേരത്തെ പറഞ്ഞ ആര്? ഉമ്മൻചാണ്ടി വരെ പങ്കെടുത്തതാ. അത് എന്തിന്റെ ഭാഗമായിട്ടാണെന്ന് പോലും മനസ്സിലാക്കാതാണ് ഇങ്ങനെ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അല്ലെ ഞാൻ അതിലേക്കാ വരുന്നത്. അതുകൊണ്ടാണ് വരുന്നത്. ശക്തമായ സമരം ഉണ്ടാവും. അത് സമരത്തിന്റെ രൂപം ആ സാഹചര്യം പോലെയാണ് ഞങ്ങൾ തീരുമാനിക്കുക. ഇവരെ പോലെ സമരം ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുന്നവരായി ഞങ്ങൾ മാറില്ല. സാഹചര്യത്തിന്റെ ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ഞങ്ങൾ സമരരൂപങ്ങൾ പ്രഖ്യാപിക്കുക, ഞങ്ങളുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുക. ഇവര് ഓരോ കുറ്റി പറിച്ചെറിഞ്ഞത് ഓർമ്മയില്ലേ? ഇവര് തുരങ്കപാത നടക്കില്ല എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? ഈ ദേശീയപാത നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതൊന്നുമില്ല. ഞങ്ങളുടെ ക്രിയാത്മകമായ ഞങ്ങൾ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വരണ്ടെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവര് ന്യായീകരിക്കല്ലേ? ഹർത്താൽ നടത്തിയവരാ സമരം നടത്തിയവരാ UDF. എന്തിനും ഏതിനും സമരം നടത്തി ഈ നാട്ടിൽ ഈ എല്ലാ വർഗീയതയും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയവരാ UDF. പറ്റാവുന്ന എല്ലാ സമരം ഇവരുടെ സംഘടന അല്ല. വർഗീയതയൊക്കെ പറയുമ്പോ മലപ്പുറത്തും കാസർഗോട്ടും ജയിച്ചവരുടെ പേര് വായിക്കൂ എന്ന് പറയാൻ ഒരാള്, ആ പേരൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ട് വോട്ട് ചോദിക്കാൻ വേറൊരാള് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാ. പിന്നെ ചെങ്ങന്നൂരിന്ന് സജി ചെറിയാൻ പറഞ്ഞല്ലോ,